ആ റൂമിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ മഹാനായ മടവൂർ ശൈഖിനെ ഉറക്ക സ്വപ്നത്തിൽ കാണുകയാണ്. ശൈഖുനായുടെ ഖബർ നീളുകയാണ്, ഇങ്ങനെ അനങ്ങുകയാണ്. വഫാത്തായിട്ടില്ല. വഫാത്തായ ശൈഖുന ഇങ്ങനെ നീളുന്നു. വെള്ള മാർബിളിലുള്ള മക്ബറ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട്. വൈലത്തൂർ തങ്ങൾ പിറ്റേത്തെ വെള്ളിയാഴ്ച കൊടുവള്ളി വന്നപ്പോൾ എനിക്കിത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ആരോട് പറയണം? വൈലത്തൂർ തങ്ങളോട് പോയി പറഞ്ഞു, തങ്ങളെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇവിടെ ആവട്ടെ ഒരു ഓല ഷെഡ് പോലും ഉണ്ടാക്കിയിട്ടില്ല. ആ ശൈഖുനായുടെ മക്ബറ തങ്ങൾ ഇങ്ങോട്ട് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, അത് മാർബിളാകും, സ്ഫടികമാകും, അത് വിശാലമാകാനുള്ളതാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ ഓൺലൈനിൽ ഇത് കേൾക്കുന്നവരോട് പറയിട്ടു, ഞാൻ സത്യമാണ് പറയുന്നത്, എനിക്കൊരു കളവ് പറയേണ്ടതില്ലല്ലോ. ശൈഖുനാനെ കണ്ടത് കഅന്നഹു, അത് പകൽ വെളിച്ചം പോലെ അത് കൃത്യമായി കണ്ടു. ഇന്ന് നാം കാണുന്ന ആ വെള്ള മാർബിളിന്റെ രൂപം അന്ന് കണ്ടിട്ടുണ്ട്. ശൈഖുന വഫാത്തായി. വഫാത്താകുന്ന ആ വെള്ളിയാഴ്ച ശവ്വാൽ 4-ന്, അന്നാണ് അതിന്റെ തൊട്ടു മുമ്പ് ശൈഖുന ഒരുപാട് കാലം റൂം പൂട്ടിയിട്ടതായിരുന്നു. ആരെയായിട്ട് കയറ്റൂലായിരുന്നു, ആരും സന്ദർശകരില്ല. പിന്നെ റമദാനിൽ തുറന്നു. ശൈഖിന്റെ പള്ളിയിലെത്തി. ബഹുമാനപ്പെട്ട UK മജീദ് ഉസ്താദ് അവിടെ ഉണ്ടാവും. അവർ ഞങ്ങളെ ബന്ധു കൂടിയാണ്. മജീദ് ഉസ്താദിനെ കാണും. എങ്ങനെയെങ്കിലും കാണാൻ ചാൻസ് ഉണ്ടോ? വേഗം പോയിക്കോളി, തുറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ വിനീതൻ അവിടെ പോയി. അവിടെ നിന്ന് പറഞ്ഞു, അള്ളാഹിന്റെ ദീന്റെ ഖിദ്മത്തിലായിട്ട് ബിരുദം എടുത്തിട്ടുണ്ട്, എനിക്ക് ഇൽമ പറഞ്ഞു കൊടുക്കാൻ പോകണം, ഇൽമ പറഞ്ഞു കൊടുക്കാം, ദർസ് നടത്താം എന്നൊക്കെ എനിക്ക് സമ്മതം തന്നു. ആ സമ്മതപ്രകാരം തന്നെ മടവൂർ മുക്കിൽ ഞാൻ ദർസിന് വന്നപ്പോൾ ഒരു വെള്ളിയാഴ്ച ഖുത്ബക്ക് വേണ്ടി വന്നു. കൊടുവള്ളി എത്തിയപ്പോഴാണ് ശൈഖുന വഫാത്തായ. ദുഹാ സമയത്താണല്ലോ വഫാത്തായത്. ആ വാർത്ത കേട്ട് ഞങ്ങൾ ജുമാ കഴിഞ്ഞ് ഇവിടേക്ക് വന്നു. അപ്പോഴേക്കും ബഹുമാനപ്പെട്ട സയ്യിദ് അവേലത്ത് തങ്ങളും ശൈഖുന കാന്തപുരം ഉസ്താദും മർക്കസിന്റെ വാനിൽ ശൈഖുന മടവൂരിന്റെ ജനാസയുമായി അവർ തന്നെയാണ് ഇവിടെ എത്തിയത്. അന്ന് എത്ര ജനങ്ങളാണ് തടിച്ചുകൂടിയത്! അതിലൊക്കെ സന്ദർശിച്ചു പോയി. മടവൂർ മുക്കിലെ പള്ളിയിൽ, അന്നത്തെ ഒരു ചെറിയ പള്ളി, പഴയ പള്ളിയാണ്, അതൊക്കെ പൊളിച്ചു നന്നാക്കിയിട്ടുണ്ട് ഇപ്പോ. ആ റൂമിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ മഹാനായ മടവൂർ ശൈഖിനെ ഉറക്ക സ്വപ്നത്തിൽ കാണുകയാണ്. ശൈഖുനായുടെ ഖബർ നീളുകയാണ്, ഇങ്ങനെ അനങ്ങുകയാണ്. വഫാത്തായിട്ടില്ല. വഫാത്തായ ശൈഖുന ഇങ്ങനെ നീളുന്നു. വെള്ള മാർബിളിലുള്ള മക്ബറ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട്. വൈലത്തൂർ തങ്ങൾ പിറ്റേത്തെ വെള്ളിയാഴ്ച കൊടുവള്ളി വന്നപ്പോൾ എനിക്കിത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ആരോട് പറയണം? വൈലത്തൂർ തങ്ങളോട് പോയി പറഞ്ഞു, തങ്ങളെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇവിടെ ആവട്ടെ ഒരു ഓല ഷെഡ് പോലും ഉണ്ടാക്കിയിട്ടില്ല. ആ ശൈഖുനായുടെ മക്ബറ തങ്ങൾ ഇങ്ങോട്ട് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, അത് മാർബിളാകും, സ്ഫടികമാകും, അത് വിശാലമാകാനുള്ളതാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ ഓൺലൈനിൽ ഇത് കേൾക്കുന്നവരോട് പറയിട്ടു, ഞാൻ സത്യമാണ് പറയുന്നത്, എനിക്കൊരു കളവ് പറയേണ്ടതില്ലല്ലോ. ശൈഖുനാനെ കണ്ടത് കഅന്നഹു, അത് പകൽ വെളിച്ചം പോലെ അത് കൃത്യമായി കണ്ടു. ഇന്ന് നാം കാണുന്ന ആ വെള്ള മാർബിളിന്റെ രൂപം അന്ന് കണ്ടിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ ദർജ ഉയർത്തുമാറാവട്ടെ, അവരെ ബറക്കത്ത് അല്ലാഹു നൽകുമാറാവട്ടെ. ഒരുപാട് അനുഭവങ്ങൾ ശൈഖുനായുടെ കാര്യത്തിലുണ്ട്. വകം മിൻ ആസിൻ ഖറജ മിൻ നിസ്യാനിഹി ബഅദ ലിഖായികും, എത്ര കുറ്റവാളികൾ, തെറ്റുകാർ, തമ്മാടികൾ അങ്ങയെ കണ്ടതിന്റെ ശേഷം അതിൽ നിന്നൊക്കെ മാറി നല്ല സൽപ്രവർത്തനങ്ങളിലായി ശൈഖുനായുടെ ഒരൊറ്റ നോട്ടം കൊണ്ട് മാറി വന്ന സംഭവങ്ങളുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വന്ന സംഭവങ്ങളുണ്ട്. എന്റെ വന്യരായ പിതാവ് മേരിക്കുന്ന ഹോസ്പിറ്റലിൽ, വെള്ളിമാടുകുന്ന ഹോസ്പിറ്റലിൽ ദിവസങ്ങളോളം അഡ്മിറ്റിലായ സമയത്ത് എന്തായിട്ടും ഉപ്പാന്റെ രോഗം സുഖപ്പെടുന്നില്ല. മാതാവും ഞാനുമാണ് അടുത്തുള്ളത്. എന്റെ പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞു, അല്ലാഹു തആല ഉപ്പയുടെയും ഉമ്മയുടെയും നമ്മളുടെ എല്ലാവരുടെയും മാതാപിതാക്കന്മാരെയും ഉസ്താദുമാരുടെയും ഖബർ സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. ഉമ്മ പറഞ്ഞു,
മടവൂർ ഷെയ്ഖിന്റെ അടുത്ത് കോഴിക്കോട് ഒന്ന് പോയി നോക്കൂ. വെള്ളക്കുപ്പിയുമായി, ഹോസ്പിറ്റലിൽ നിന്ന് സംഘടിപ്പിച്ച കുപ്പിയുമായി, ഒരു കവറിൽ കുപ്പിയും ഇട്ടുകൊണ്ട് ഞാൻ കോഴിക്കോട്ടേക്ക് ഉച്ചക്ക് ശേഷമാണെന്നാ തോന്നുന്നത് വണ്ടി കയറി. ആ ക്യൂ ഇങ്ങനെ തീരുന്നു, ഒരുപാട് ക്യൂ അപ്പോഴും ഉണ്ട്, ക്യൂവിൽ ആളുകളുണ്ട്. ആ ലൈനിൽ നിന്നു അവസരം കിട്ടിയപ്പോൾ ശൈഖുനാന്റെ അരികത്ത് ചെന്നു, വെള്ളത്തിന്റെ കുപ്പി തുറന്നു വെച്ച് ചുണ്ടിന്റെ അരികത്തേക്ക് വെച്ച് മന്ത്രിച്ച് തരാൻ പറഞ്ഞു. എന്റെ ഉപ്പ ഹോസ്പിറ്റലിലാണ്, വളരെ കരുശലായ രോഗമാണ്, ദുആ ചെയ്യണം, ശിഫക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിർത്തേണ്ടതില്ല, വീട്ടിൽ കൊണ്ടുപോകാം. ശൈഖുനാ പറഞ്ഞു. എന്റെ ഉപ്പായുടെ അവസ്ഥ എന്താണെന്ന് അവിടെ റൂമിൽ നിന്ന് മനസ്സിലാക്കിയ ശൈഖുനാ പറയുന്നു, ഹോസ്പിറ്റലിൽ നിർത്തേണ്ടതില്ല. അപ്പോഴത്തിലൊരു വാക്കുകൂടി പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരും തൊടണ്ട, അതുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. ഒരു മനുഷ്യന്റെ അന്ത്യഘട്ടം ഖുർആൻ കേട്ടുകൊണ്ട് മുഅ്മിനീങ്ങളുടെ ഹളറത്തിലായിട്ട് അന്ത്യഘട്ടം ഉണ്ടാവലാണല്ലോ ആവശ്യം, മറ്റൊരു അന്തരീക്ഷത്തിലല്ലല്ലോ. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. വെള്ളം മന്ത്രിച്ചു തന്നു. ഞാൻ വന്നു. ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോൾ എൻ്റെ മാതാവ്, ഞാൻ അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് ഇങ്ങോട്ട് പറയുകയാണ്. വലിയൊരു ഡോക്ടർ വന്നിരുന്നു. ഡോക്ടർ പറഞ്ഞത്, ഇവിടെ നീ നിർത്തണ്ട, ഞങ്ങളുള്ള ചികിത്സ തീർന്നിക്കണ്, ഒന്നിരിക്കൽ മെഡിക്കൽ കോളേജിലേക്ക് അല്ലെ ഞങ്ങൾ വീട്ടിലേക്ക് റെഫർ ചെയ്യാം എന്ന് ഒരു പറഞ്ഞിട്ടുണ്ട് എന്നാണ് ശൈഖുന പറഞ്ഞതുപോലെ തന്നെ. ഉടനെ തന്നെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പുമായി 1984 ഈ സംഭവം, എൻ്റെ പിതാവിന്റെ വിയോഗം. ആ 84 അവസ്ഥകൾ അത്രയും ശുഷ്കിച്ച, സൗകര്യം കുറഞ്ഞ കാലഘട്ടത്തിൽ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ശൈഖുന മടവൂരിന്റെ വെള്ളം, ഒരു വെള്ളവും കുടിക്കാതെ, വെള്ളം ഇറങ്ങാതെ കഷ്ടപ്പെടുന്ന ഉപ്പ, ആ കുപ്പിയിലുള്ള വെള്ളം, ശൈഖുന മന്ത്രിച്ച വെള്ളം മുഴുവനും കുടിക്കുകയും കലിമ ചൊല്ലി കണ്ണടക്കുകയും ചെയ്തു. അല്ലാഹു തആല അവരെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കുമാറാവട്ടെ. അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മളെ ഉപ്പമാർ, ഉമ്മമാർ, ഈ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ഇവിടുത്തെ ഉപ്പ സൈനുദ്ദീൻ മുസ്ലിയാർ, ഇവിടുന്ന് മരിച്ചുപോയ മകൾ, അവരൊക്കെയും ഖബർ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കുമാറാവട്ടെ. ശൈഖുനായുടെ മാതാവ്, പിതാവ്, അവരുടെ കുടുംബാംഗങ്ങൾ, കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവര്, നമ്മളുടെ മഖബറയിൽ മറവിട്ട് കിടക്കുന്നവർ, എല്ലാവരുടെയും ദറജ അല്ലാഹു ഉയർത്തുമാറാവട്ടെ. ചിലപ്പോ ഒരു വാഹനവും കിട്ടാതെ എന്തെന്നാ ഇപ്പൊ നമ്മൾ പോവുക എന്ന് വിചാരിച്ച് അൽ ഫാത്തിഹ മടവൂരിലേക്ക് ഓതുമ്പോ അത വരുന്നു, നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ കാറ് വരുന്നു. ഇങ്ങനെ എത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് അവരുടെ തദ്ബീർ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, ആ മഹാത്മാക്കളെ തണലിലായി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ദുനിയാവിലെ ഇസ്സത്തുള്ള ജീവിതത്തിലായി അവസാനം കലിമ ചൊല്ലി മരിച്ച് ആഖിറം രക്ഷപ്പെടുന്നതിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ഖബറും മഹ്ശറയും പേടിക്കണം മുഅ്മിനീങ്ങളെ. ഖബറിൽ കിടക്കേണ്ടവരാണ്. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മനസ്സിലായോ? ഖബറെന്ന് കേൾക്കുമ്പോൾ നമുക്ക് അല്പം ഒരു വേദന വേണം, ബേജാറ് വേണം. എന്താണ് ഖബർ കിടക്കുമ്പോ കൊണ്ടുപോകാൻ നമ്മൾ ഉണ്ടാക്കി വെച്ചത്? എന്താണ് ഉണ്ടാക്കി വെച്ചത്? മഹബ്ബത്ത് കൊണ്ട് രക്ഷപ്പെടുകയാണെങ്കിൽ അതേ നമുക്കുണ്ടാവുള്ളൂ കേട്ടോ.